എനിക്കൊരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ ഒരു വിഷമം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവൻ ഒരു പെൺകുട്ടിയായിരുന്നു. തുണിയെങ്കിലും അലക്കിടുവോ അമ്മ? അല്ല, അത് പറയണോ? ഇവിടെ ഫുൾ പരിപാടി കേട്ടോ. മെയിൻ അതല്ല, അതിന് ചേച്ചി ബക്കറ്റിൽ വെള്ളം കുഴിക്കും ചേട്ടാ. അച്ഛൻ സപ്പോർട്ട് ഇല്ലായിരുന്നു. അച്ഛനെ കാണാതെയാണ് നമ്മള് വീഡിയോ എടുക്കണേ. അമ്മ തുടങ്ങിയപ്പോ എനിക്ക് പാവ റോൾ എനിക്ക് ചേരൂല. എന്റെ ഫേസ് കമന്റിൽ മൊത്തം ചീത്ത വിളിയാ. ഞാൻ ഒന്ന് വായിച്ചു നോക്കി, പിന്നെ ദൈവമേ അമ്മ പറയുന്ന ഒന്നുമില്ല. കിളവി ചത്തില്ലേ. ഇടയ്ക്ക് കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ പോയപ്പോഴത്തേനും അവിടുത്തെ കുറെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ വന്നിട്ട് ഇതുപോലെ ചോദിച്ചു, എന്തിനാ അമ്മ ഇങ്ങനെ മോളെ കഷ്ടപ്പെടുത്തുന്നതൊക്കെ. ഞാനാണ് ഔട്ട്. ഇവര് രണ്ടും ഒറ്റ കയ്യാ. ചേച്ചിക്ക് വാരി കൊടുക്കും. ഞാൻ ഇനി നോക്കണേ, ഞാനല്ലേ. എത്ര മാസമായി? എനിക്കിപ്പോ 6 മാസം. മെയിനായിട്ട് ഇപ്പൊ എന്തൊക്കെയാ ചോദിക്കാറുള്ളത്? എന്തായാലും കഴിക്കാൻ ചോദിക്കില്ല. ഫ്രണ്ട്സ് ഒക്കെ ഇഷ്ടംപോലെ മെസ്സേജ് ഒക്കെ വരാറുണ്ടോ? ചേട്ടന്റെ എല്ലാ സഹോദരി വരാം. അച്ഛനും അമ്മ ഇരിക്കുന്നതുകൊണ്ട് എല്ലാരും ഞാൻ സഹോദരിമാരാക്കിയെന്ന്. നീയാണ് അടുത്ത് സാധിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴേ കൊച്ചു പിള്ളേർ ആദ്യം വന്നിട്ട് അങ്കിള് ന്യൂട്യൂബിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഇപ്പോൾ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒടുക്കം നമ്മളെ വിളിച്ച് പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം വിളിച്ച് അവരെ വീടിൻ്റെ ഫ്രണ്ടിലിരുത്തി ഒരു കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ച് സെക്കൻഡൊക്കെ തന്ന് അവർ ഒരുമിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്താണ്. അമ്മ എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തോന്നണമെന്ന് പറയും. അന്ന് നമ്മളൊരു ട്രിപ്പ് അങ്ങ് വയ്ക്കും. അറിയില്ല, ഞാൻ വീഡിയോ വരുമ്പോഴേക്കും പോയേ വീഡിയോ തുറന്നു നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു നോക്കുമ്പോൾ ബിരിയാണിയിലെ കാര്യം അടിച്ചോണ്ടിരിക്കണം അമ്മ. കിച്ചന് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടോ അമ്മ? കല്യാണം ആലോചിക്കുന്നുണ്ട്. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. യൂട്യൂബ് ലോകത്തെ ഒരു വലിയ ഫാമിലിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. പേര് പറഞ്ഞത് നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ലക്കി ഫാമിലി. അപ്പോൾ ലക്കി ഫാമിലി ഫുൾ മെമ്പേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ മെയിൻ ഒരു ചെറിയ ആൾ നമ്മുടെ ലക്കിക്കുട്ടൻ ഇവിടെ ഉണ്ട്. ലക്കിക്കുട്ടൻ എനിക്ക് മൈക്കൊക്കെ കൊണ്ട് തന്നു. ലക്കിക്കുട്ടാ ഇങ്ങനെ വന്നാ ചോദിക്കട്ടെ ചേച്ചി, ഫോൺ തരില്ല, ഇങ്ങനെ കാര്യം ചെയ്യണ്ട എന്നാ മൈക്ക്. പാട്ടാണ് കേട്ടോ, ഇന്ന് ഫുൾ പവറിലാണ് ആള്. ഇന്നെന്താ ഇത്ര സന്തോഷം? അതിന്റെ സന്തോഷാണല്ലേ. ലക്കി ഒരു പാട്ട് പാടുത്തരോ ചേച്ചിക്ക്? രാഗം താളം പല്ലവി എല്ലാം ഉണ്ട്. ലക്കി ലക്കി ഇങ്ങനെ ഒന്ന് ചോദിക്കട്ടെ ചേച്ചി, ഒരു കാര്യം ചോദിക്കട്ടെ. അച്ഛൻ എപ്പോഴാ വന്നത്? പ്ലെയിനിൽ വന്നേ. അച്ഛൻ എങ്ങനെയാ വന്നേ? പോയി, ആള് പോയി. ഇന്ന് ആക്ച്വലി സന്ദീപ് ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ. എന്തായിരുന്നു പിറന്നാൾ പരിപാടീസ് ഒക്കെ? എന്തായിരുന്നു പരിപാടീസ്? അങ്ങനെ വലുതായിട്ടൊന്നുമില്ലായിരുന്നു, ചെറിയൊരു കേക്ക് കിട്ടിയത്. അപ്പൊ ഇന്ന് മറ്റേ അച്ഛന്റെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ടാണ് ലക്കി ഭയങ്കര പവറിലാണല്ലേ, ഫുൾ ഹാപ്പിയാണ് ആള്. എപ്പോഴും ഇങ്ങനെയാണോ? ഭയങ്കര സന്തോഷം വന്നാൽ പിന്നെ എപ്പോഴും ഇങ്ങനെയാണ്. ഇവിടെ ഫുൾ പരിപാടി കേട്ടോ. കുറച്ചു നേരത്തെ വളരെ കഠിന പ്രയത്നത്തിന് ശേഷം ഞങ്ങൾ ലക്കിയെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ആള് കാർട്ടൂൺ കണ്ടുകൊണ്ട്. ഇപ്പൊ എന്തായാലും എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സമയമാണല്ലേ. എനിക്കൊന്ന് ഇതുവരെയായിട്ടും അങ്ങനെ ആരും ഇന്റർവ്യൂവിലൊന്നും കാണാത്ത രണ്ടുപേരും ഇവിടെ ഉണ്ട്. നമ്മുടെ സന്ദീപേട്ടനും അച്ഛൻ സത്യൻ ചേട്ടനും ഇവിടെ ഇരിപ്പുണ്ട്. സത്യൻ ചേട്ടാ, ഞാൻ കഴിഞ്ഞ ഇവരുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഫുൾ കേൾക്കുന്നത് അച്ഛനെ പറ്റിയാണ്. അപ്പൊ ഞാൻ അച്ഛനിൽ നിന്നും തുടങ്ങാം. ഇവരിങ്ങനെ യൂട്യൂബ് ചാനലും വീഡിയോസ് ഒക്കെ ചെയ്യുന്നൊന്നും അച്ഛൻ ആദ്യം അറിഞ്ഞിട്ടില്ല. കാരണം അച്ഛൻ നോക്കുമ്പോഴത്തേന് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഉള്ള ആദ്യമൊക്കെ ചോദിക്കാറില്ല. അതെന്താ അങ്ങനെ? ആദ്യമൊക്കെ ഒരു എന്തെങ്കിലും പഠിച്ച് ഒരു ജോലി വാങ്ങിക്കണമെന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. പിന്നെ ഞാനും കൂടെ ഇതിൽ ഇവർ എന്നെ പഠിച്ച് നിർത്തി ഇതെല്ലാം കൂടെ ആയപ്പോൾ പിന്നെ ഒരു സന്തോഷമായി. പിന്നെ എപ്പോഴാണ് അറിഞ്ഞത്? അതായത് ആന്റിയും മരുമക്കളും എല്ലാരും കൂടെ വീഡിയോ ഒക്കെ ചെയ്ത് വൈറലാണെന്നൊക്കെ എപ്പോഴാ ചേട്ടൻ അറിഞ്ഞത്? ഈ മനോരമ ചാനലിലൊക്കെ പോയൊക്കെ
ആ അതിൽ പോയിട്ട് വന്നപ്പോൾ പിന്നെ എല്ലാവരും പയ്യന്മാരെ എല്ലാവരും കൂട്ടുകാരൊക്കെ പറഞ്ഞത് നല്ലതാ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അറിഞ്ഞല്ലേ. ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു ഏതോ ഒരു പ്രാവശ്യം ഏതോ കടയിൽ പോയപ്പോഴാണല്ലേ നിങ്ങളുടെ നാട്ടിലുള്ള ആരൊക്കെയോ ഭയങ്കര വൈറലാണ് അറിയോന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് ഫോട്ടോ കാണിക്കാന്ന് വെച്ചപ്പോൾ ഞെട്ടിപ്പോയല്ലേ. സ്വന്തം ഫാമിലിയോട് തന്നെ ഫോട്ടോ കണ്ട് ആ സമയത്തൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, അയ്യോ അതോ അത്ഭുതമായിരുന്നു? അത് ഇവൻ ഈ കിച്ച് തുടങ്ങിയ ശേഷം പിന്നെ ഒരു സന്തോഷമായി. ഒരു രണ്ടുപേരും കൂടെ ഇങ്ങനെ തുടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ വിജയിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സന്തോഷമുണ്ട്. 2 ആൺമക്കൾ മാത്രമാണല്ലേ ഇത്രയും ഒരു 10-23 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഒരു എന്തായാലും നമ്മളെ അമ്മമാർക്കൊക്കെ ഒരു ആഗ്രഹം കാണല്ലോ, ഒരു പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിൽ. പ്രത്യേകിച്ച് നമ്മളെ ആമ്പിള്ളേരുള്ള വീട്ടിൽ പ്രത്യേകിച്ച് പറയുന്നു, ഒരു അടുക്കളയിൽ നിന്ന് ആ സ്പൂണ് മറ്റേ ഗ്ലാസോ സ്പൂണോ പോലും അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കത്തില്ല. ശരിക്കും ഇങ്ങനെ തന്നെയായിരുന്നു ഇവര്. അല്ല, എനിക്കൊരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ ഒരു വിഷമം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവൻ ഒരു പെൺകുട്ടിയായിരുന്നു. സന്ധ്യയോടെ അല്ലേ? അവര് പെൺകുട്ടി അങ്ങനല്ല, അതേപോലെ തന്നെ നമ്മളോട് നിൽക്കുമായിരുന്നല്ലേ സ്നേഹത്തോടെ. അല്ല, അവൻ ഒരു പെൺകുട്ടി ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞത്. അവൻ പെൺപിള്ളേരെ പോലെ ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അടുക്കള കാര്യങ്ങൾ വരെയും അവൻ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലായിരുന്നു. എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും പിന്നെ ആഹാരം പാകം ചെയ്യാനായാലും അത് അമ്മ നമുക്ക് അത് വെക്കാം ഇത് വെക്കാം അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഇതില്ല. ഇവിടെ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് കഴിക്കാൻ കൊടുക്കണം, അടുത്ത് പാത്രം നമ്മൾ എടുത്തോണ്ട് പോകണം, അങ്ങനെയൊക്കെ ഉള്ളത്. തുണിയെങ്കിലും അലക്കിടുവോ അമ്മ? അല്ല, അത് പറയണോ? സ്വന്തം തുണിയെങ്കിലും അലക്കിടുവോ അമ്മ? അത് പറ. ഇത് കഴിഞ്ഞ് അമ്മ ഉള്ളത് പറ, നമ്മൾ മാത്രമേ അറിയത്തുള്ളൂ. അത് പറയാതിരിക്കുന്നതാണ് ഭേദം. പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഒരു പെൺകുട്ടി നമുക്ക് ജന്മം കൊണ്ടൊരു പെൺകുട്ടി ഇല്ല എങ്കിൽ അതിന്റെ ഒരു കുറവ് തന്നെയാണ് എപ്പോഴും. പക്ഷെ മോള് വന്നു കഴിഞ്ഞ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് നമ്മൾ സ്വന്തം മോളെ പോലെ തന്നെയല്ല നമ്മൾ ആ വീഡിയോസ് കാണുമ്പോൾ അതിനേക്കാൾ അപ്പുറം. പുറത്തൊന്നൊരു മോളായിട്ടല്ല എനിക്ക് ഇതുവരെയും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എന്റെ സ്വന്തം മോളാണ്. സ്വന്തമൊന്നും എന്തോന്ന് ഞാൻ പറയാം, അത് പറയേണ്ട ആവശ്യമില്ലല്ലേ. നമുക്ക് സ്വന്തം മക്കളെ അയ്യോ എന്റെ സ്വന്തം മോളാണ് അങ്ങനെ നമുക്ക് ആ ഒരു ഇത് വരൂലല്ലോ. പക്ഷേ പിന്നെ എന്റെ സ്വന്തം മോള് തന്നെയാണ്. കാലത്തിനെങ്ങാനും ദേഷ്യപ്പെട്ട് കഴിഞ്ഞ അച്ഛന്റെ മുമ്പിൽ വെച്ച് അന്നത്തെ ദിവസം തീർന്നു. ചേട്ടൻ ദേഷ്യപ്പെട്ടു ആണോ? ദേഷ്യപ്പെടുവെല്ലാം ചെയ്യുകയാണെങ്കിൽ പിന്നെ അച്ഛനെങ്ങാനും കാണുകയാണെങ്കിൽ തീർന്നു. ആണോ? അങ്ങനെ എപ്പോഴും വഴക്ക് കേട്ടിട്ടുണ്ടോ? ആ വഴക്ക് ഒത്തിരി. ആണോ? അങ്ങനെ മെയിൻ ആയിട്ട് വഴക്ക് കേട്ടിട്ടൊരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? എനിക്ക് കുളിക്കൂല അല്ല അത് ചേട്ടൻ കളിക്കാൻ പോകും. ഇവിടെ ലീവിന് വരുമ്പോ ഫുട്ബോൾ കളിക്കാൻ പോകും. അപ്പൊ ചിലപ്പോ മടിക്കും, ഇനി നാളെ ആവട്ടെ എന്ന് പറയും. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയും ചേട്ടൻ്റെ അടുത്ത് കുളിക്കെന്ന് പറയും. അപ്പോഴത്തേന് അച്ഛൻ കേൾക്കുമ്പോഴേ ചേട്ടൻ എൻ്റെ അടുത്ത് വഴക്ക് പറയുമ്പോ അച്ഛൻ മെയിൻ അതല്ല, അത് ചേച്ചി ബക്കറ്റിൽ വെള്ളം കുഴിയിരിക്കും ചേട്ടൻ വെളി വന്നിരിക്കും കുളിക്കില്ലെന്ന് പറയുമ്പോ പിന്നെ മൊബൈലിൽ കയറി കളിച്ചിരിക്കും. പിന്നെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാവും അങ്ങനെയൊക്കെ. അപ്പൊ കേൾക്കുമ്പോ അച്ഛൻ വഴക്ക് പറയും. അവിടെ തന്നെ ടി വി കണ്ടോണ്ടിരിക്കും. ആ സമയത്ത് പിന്നെ കേൾക്കും. ഇപ്പൊ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞ പിന്നെ അതായത് നമ്മള് പെൺകുട്ടികൾ നമ്മുടെ ജനിച്ച് വളർന്ന ആ ഒരു കംഫർട്ട് സോണും നമ്മുടെ അമ്മ അച്ഛൻ എന്നൊക്കെ ഉള്ളതല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എങ്ങനെയായിരുന്നു സിറ്റുവേഷനൊക്കെ? ഇവിടെ വന്നപ്പോഴത്തേന് ഞാൻ ആദ്യമേ അമ്മയുടെ അടുത്ത് ഭയങ്കര കമ്പനി സോപ്പിട്ട് അങ്ങനെ കമ്പനി. പിന്നെ ചേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മയായിട്ട് ഭയങ്കര കമ്പനി. അങ്ങനെ സംസാരിച്ച് പിന്നെ ഒരിക്കലും റെസ്റ്റ് ഇല്ലാത്ത സംസാരമായി. അങ്ങനെ എന്നും പറയാവുന്നുള്ളൊരു പറയാന്നുള്ള ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും ആദ്യം നിങ്ങൾ എൻ്റെ കൂടാണല്ലേ തുടങ്ങിയത്. പിന്നെ അമ്മയൊക്കെ എപ്പോഴാണ് ഇതിലേക്ക് വന്നത്? അമ്മക്ക് വന്നതെന്ന് വെച്ചാല് പിന്നെ നമ്മള് ഒരാളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോ കുറച്ചുകൂടെ നന്നായിരിക്കും. ഫാമിലിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമായിരിക്കും. അങ്ങനെ അമ്മയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കുറച്ചും കൂടി ലൈക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് അപ്പോഴും അച്ഛൻ സപ്പോർട്ടില്ലായിരുന്നു. അച്ഛനെ കാണാതെയാണ് നമ്മള് വീഡിയോ എടുക്കണേ. അച്ഛൻ പകല് പണിക്ക് പോകുമ്പോ ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കല്ലേ. അച്ഛൻ അഥവാ അച്ഛന്റെ ബൈക്കിലെ ഹോണ് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓടും. അപ്പൊ അമ്മ തുടങ്ങി കഴിഞ്ഞപ്പോഴോ? അമ്മ തുടങ്ങിയപ്പോ അപ്പോഴായിരുന്നു മെയിൻ വിഷയം. ഞാൻ വന്നു കഴിഞ്ഞാണ് മെയിൻ വിഷയം ഉണ്ടായത്. കാരണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ എപ്പോഴും പറയും ഇവനും കൂടെ ഒരു ജോലി വേണം, നമ്മളെ കഷ്ടപ്പാട് എൻ്റെ കഷ്ടപ്പാട് എൻ്റെ മക്കളറിയാൻ പാടില്ല, അവർക്കൊരു ജോലി വേണം, അവർ സ്വന്തമായിട്ട് ഇത്രയും ഇങ്ങനെ കഷ്ടപ്പെടാതെ അവർ ജോലി നേടി അങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഈ വീഡിയോയിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ അത് പ്രശ്നമല്ലേ. അത് കാരണം പിന്നെ എൻ്റെ ചെവി എപ്പോഴും അങ്ങ് റോഡിലായിരിക്കും. ചേട്ടൻ്റെ വണ്ടിയുടെ ശബ്ദം അതായിരിക്കും. ഇവിടെ വീഡിയോ ചെയ്യുന്നെങ്കിലും ശ്രദ്ധ മുഴുവനും അവിടെ ആയിരിക്കും. എന്ത് ചെയ്യാം, ലാസ്റ്റിൽ കണ്ടുപിടിച്ചല്ലേ. നമ്മൾ വീട്ടിലാരും പറഞ്ഞില്ല, പറയാതെയാണ് ചേട്ടൻ ഇത് അറിഞ്ഞത്. അറിഞ്ഞു കഴിഞ്ഞപ്പം അപ്പോഴും പുള്ളിക്ക് ഭയങ്കര വിഷമമുണ്ടായി. വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നാലും എന്നെ വിളിച്ചല്ലോ, ഞാൻ പുറത്തൊരാൾ പറഞ്ഞല്ലേ ഞാൻ അറിഞ്ഞത്. അങ്ങനെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇത് സമാധാനിപ്പിച്ചെടുത്ത അച്ഛനെ? പിന്നെ അച്ഛനെ കൂടെ വീഡിയോയിൽ കയറ്റാൻ തുടങ്ങി. അച്ഛനും ചാൻസ് കൊടുത്തല്ലേ? അതായത് ടിക്ടോക്ക് എന്നല്ലേ ടിക്ടോക്ക് ആയിരുന്നു ആ സമയത്തല്ലേ? എനിക്കൊന്ന് നമ്മൾ ഈ ചില വീഡിയോസിലെ കാണത്തില്ലേ, അമ്മമാരൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ മറ്റേ പാട്ടും കേട്ടിട്ട് അവര് വരുമ്പോ പഠിക്കാതിരിക്കുന്നത്. അതേപോലെയാണ് ഇവിടെ തിരിച്ചല്ലേ. അമ്മ ഒരു വീഡിയോ ചെയ്തോണ്ടിരുന്നത് അച്ഛൻ വരുമ്പോഴത്തേനും മറ്റേ അടുക്കളയിൽ പോയിരുന്നു. അങ്ങനല്ല, ഒരു ഭാഗം ഇങ്ങനെ എടുത്തോണ്ടിരിക്കും, ആ കണ്ടന്റ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോ അടുത്ത് അമ്മയെന്ന് വിളിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോ അമ്മ ആദ്യം ഓടും, പിന്നെ ഞാൻ ബാക്കിൽ വിളിച്ചു. ചേച്ചിയോട് വലിയ കുഴപ്പമില്ലല്ലേ? ചേച്ചിയോട് തന്നെ നിൽക്കും, ഞാൻ അമ്മ ആദ്യം ഓടിക്കോളും. അയ്യോ അത് കൊള്ളാം. ഇതിപ്പോ അത് കഴിഞ്ഞിട്ടേ നമ്മള് ലക്കി വന്നു കഴിഞ്ഞപ്പോ അത് ലക്കി മെയിൻ കോണ്ടന്റ് ആണല്ലേ, കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ ലക്കീനെ. അവൻ നിന്നൊക്കെ തരുമോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ? പിന്നെ ലക്കി ജനിച്ചതിന് ശേഷമാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിന് മുമ്പ് നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ വീഡിയോസും അല്ലേ, ടിക്ടോക്കിലായിരുന്നു. ടിക്ടോക്കില് ഇൻസ്റ്റാഗ്രാമൊന്നും എനിക്ക് തോന്നുന്നു അപ്പോഴും ഇത്ര റീൽസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മള് യൂട്യൂബ് തുടങ്ങി വെറുതെ തുടങ്ങിയതാണ്. നമുക്ക് ഒന്നും അറിഞ്ഞൂടാതെ വെറുതെ തുടങ്ങി വെറുതെ വീഡിയോസ് ഇട്ടോണ്ടിരുന്നു. അത് പെട്ടെന്ന് കയറി ഇങ്ങനെ റീച്ച് ആവാൻ തുടങ്ങി. നമ്മള് അന്നൊക്കെ എന്ന് പറഞ്ഞാല് വ്ളോഗേഴ്സ് ആയിരുന്നു കൂടുതൽ, ഷോർട്സ് ഇടുന്നവർ കുറവായിരുന്നു. അപ്പൊ നമ്മള് ഒരു ചേഞ്ചിന് വേണ്ടി ഷോർട്സ് ഇട്ട് സീരീസ് പാർട്ടായിട്ട് ട്വിസ്റ്റിൽ കൊണ്ടുവയ്ക്കുന്ന രീതിയിലുള്ള കണ്ടന്റും കാര്യങ്ങളായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് എനിക്കൊന്ന് വൈറലും ആയല്ലോ നിങ്ങളുടെ ഒരു വാർത്തകളൊക്കെ. എനിക്ക് ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്, പെട്ടെന്ന് വൈറലായ മറ്റേ ലക്കി ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളേ. ആ സമയത്തൊക്കെ ഭയങ്കര സന്തോഷമല്ലേ, കാരണം ഇത്ര പെട്ടെന്ന് നമുക്ക് റീച്ച് എടുക്കും. ഇപ്പൊ എന്ന് വെച്ചാൽ എന്ത് കഷ്ടപ്പെട്ടാണ് ഓരോ ചാനലുകാർ റീച്ച് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് അധികം ഇല്ല, നമ്മുടെ കോണ്ടന്റും ബെറ്റർ ആയതുകൊണ്ട് അത്രയും പെട്ടെന്ന് റീച്ച് വന്നു. സംഭവം അറിയില്ല, ഇതെന്താ സംഭവം, വീണ്ടും വീഡിയോ ഇട്ട് 3 ദിവസം ഇപ്പൊ 1 ലക്ഷം അടിച്ച് സബ്സ്ക്രൈബ്. അപ്പൊ ഇതൊന്നും ഒന്നും അല്ല അല്ലേ ചേച്ചി, വീഡിയോ ഇട്ട് ഒന്നും എന്താ അറിയില്ല. പിന്നെ ചുമ്മാ കൂടി വീഡിയോ ഇട്ട് പിന്നെ ഓരോരുത്തർ വിളിച്ചു പറയാൻ തുടങ്ങി, ഇവിടെ അതിന്റെ യൂട്യൂബ് ചാനൽ കൊള്ളാം ഇങ്ങനെ വീഡിയോ ഒക്കെ. അങ്ങനെ ആയപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. ആൾക്കാർ പിന്നെ വിളിച്ചു ചോദിക്കാനൊക്കെ തുടങ്ങി, പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ചെയ്യാൻ വേണ്ടിട്ട്. ഇതിപ്പോ ഈ റവന്യൂന്റെ കാര്യമൊക്കെ ആദ്യം അറിയാത്തത്, ഇതിനകത്ത് യൂട്യൂബിൽ നിന്നൊക്കെ പൈസ കിട്ടുന്നൊക്കെ. അത് ഞങ്ങള് അപ്പോഴത്തേനും വേറെ യൂട്യൂബ് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ. അപ്പൊ അവരാ പറഞ്ഞത് ഇത് വീഡിയോ മാത്രം ഇട്ടില്ല, ഇതിന്ന് റവന്യൂ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അതിനെയൊക്കെ പറ്റി അന്വേഷിച്ച് അങ്ങനെയൊക്കെയാണ് റവന്യൂ കിട്ടുന്ന കാര്യമൊന്നും അറിഞ്ഞൂടായിരുന്നു യൂട്യൂബില്. ഇപ്പം എനിക്കൊന്ന് ഇവർ രണ്ടുടെയും ആതിരയുടെയും അമ്മയുടെയും മെയിൻ വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒരു സീരീസ് ഓഫ് വീഡിയോക്കകത്ത് ആതിര ഭയങ്കര നല്ല കുട്ടിയും അമ്മ കുറച്ച് മോശം ആളും, അടുത്ത വീഡിയോക്കകത്ത് അമ്മ കുറച്ച് മറ്റേ പാവ ആളും മറ്റേ ആതിര കടന്ന് ഭയങ്കരമായിട്ടുള്ള മരുമ്പോളും. ഇത് എവിടെ എനിക്ക് പാവ റോൾ എനിക്ക് ചേരൂല, എന്റെ ഫേസ്. അയ്യോ കൊണ്ട് കിച്ചു പറഞ്ഞോ ശരിക്കും അങ്ങനെ ആണെന്ന്. ഇത്രയും തങ്കപ്പെട്ട അമ്മയെ പറ്റിയാണോ കിച്ചു പറയുന്നത്? ഇത് ശരിക്കും അങ്ങനെ വരുമ്പോഴത്തേനെ നമ്മളപ്പോ നോക്കും, ചില വീഡിയോസ് കാണുമ്പോൾ നമ്മൾ നോക്കും ഇതൊക്കെ നമ്മുടെ ഫാമിലി എവിടെയൊക്കെയോ കണ്ടു മറന്ന പോലെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ കോണ്ടന്റ് ഒക്കെ നിങ്ങൾ എവിടുന്ന് എടുക്കുന്നു? നാട്ടിൻപുറത്തുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. എന്തായാലും നമ്മളെ ഗ്രാമപ്രദേശം ആയാലും അല്ലാതെ നമ്മൾ വാർത്തയിലും ഒക്കെ ഓരോ കാര്യങ്ങൾ കേൾക്കുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അങ്ങനെ അതുവഴിയൊക്കെ. നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴേ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഒരു വീഡിയോക്കകത്ത് അമ്മായിമ്മ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു മരുമകളാണ് തിരിച്ചും. അപ്പൊ പുറത്തിറങ്ങുമ്പോ ഈ പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ ഇവർക്ക് മനസ്സിലാവത്തില്ലല്ലോ. ഇവരൊക്കെ വിചാരിക്കുന്ന സീരിയലും കമന്റിൽ മൊത്തം ഞാൻ ഒന്ന് വായിച്ചു നോക്കി പറയുന്നു ഒന്നുമില്ല. കാരണം ഈ പ്രായമുള്ളവർക്ക് അറിയത്തില്ലല്ലോ, അവര് മറ്റേ സീരിയൽ കാണുമ്പോഴും വിചാരിക്കുന്നത് ശരിക്കുള്ളതായിരിക്കും, ഇത് കാണുമ്പോഴും ശരിക്കുള്ളതായിരിക്കും. അപ്പൊ ഈ പുറത്തിറങ്ങുമ്പോൾ ചോദിക്കാറില്ല നിങ്ങൾക്ക് ഇതൊക്കെ നിർത്തിക്കൂടെ, അല്ലെങ്കിൽ എന്തിനാ ആ പാവം കൊച്ചിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ ചോദിക്കില്ലേ? ഇടയ്ക്ക് കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ പോയപ്പോഴത്തേനും അവിടുത്തെ കുറെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ വന്നിട്ട് ഇതുപോലെ ചോദിച്ചു, എന്തിനാ അമ്മ ഇങ്ങനെ മോളെ കഷ്ടപ്പെടുത്തണേന്നൊക്കെ ആണല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നവരോടെ ആ സമയത്തൊക്കെ എന്താ മറുപടി പറയുന്നത്? ഇത് വെറും ഒരു വീഡിയോ അല്ലേ, അതിന് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ വീഡിയോസിലൊക്കെ നമ്മൾ 2 പാട്ടും കണ്ടു. റിയൽ ലൈഫിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബോണ്ടിങ് ഒക്കെ? ഞാനാണ് ഔട്ട്, ഇവർ രണ്ടും ഒറ്റ കൈയാണ്. അതല്ലേ
അതിനൊക്കെ അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയണം, ഇപ്പൊ ഞാനാണോ മോള് അതോ ഇതാണോ മോള്? ചോദിക്കും. ചേച്ചിക്ക് വാരി കൊടുക്കും, ഞാൻ ഇനി നോക്കണേ ഞാനല്ലേ ഇത്. ഇവൻ എപ്പോഴെങ്കിലും അതിന് ചോറ് വാരത്തരാൻ പറഞ്ഞിട്ടുണ്ടോ അമ്മ? ചോറ് വാരിത്തരാൻ പറഞ്ഞു, ഇവനെ പനി പിടിച്ചപ്പോഴേ വാരിത്തരാൻ പറഞ്ഞു. അല്ലാതെ എനിക്ക് എന്തോന്ന് ആഗ്രഹം തോന്നി ഇവനൊന്ന് വാരി കൊടുക്കണമെന്ന്. അപ്പോഴും ഞാൻ പറയടാ ഞാൻ വാരി തരട്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും വേണ്ട വേണ്ട വാരി തരണ്ടത്. അപ്പം ഞാൻ വിചാരിക്കും നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നില്ല, അപ്പോൾ നമ്മളെ കൈ അങ്ങനെ ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും. അപ്പോൾ ഇവന് ഈ വയ്യാണ്ടായപ്പോഴേ ഇവൻ പറഞ്ഞു, ഇവൻ തന്നെ പറഞ്ഞു എനിക്ക് വാരി സ്നേഹം കൂടിയത്, അമ്മയോടുള്ള സ്നേഹം കൂടിയത്. എനിക്ക് വാരി തരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ വാരി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എപ്പോഴും അവന് വാരി കൊടുക്കണം. പിന്നെ ഞാനായിട്ട് അതങ്ങ് ഒഴിവാക്കി. ഇനി അധികം ഇത് പ്രോത്സാഹിപ്പിക്കണ്ടല്ലേ. ആദ്യമൊക്കെ അങ്ങനെ വാരി കൊടുക്കുമ്പോൾ ഇവന് ഭയങ്കര പരാതിയാണല്ലേ? പരാതി ഉണ്ട് ഇവന്. ഇവൻ പറയും ഞാനാണോ മോൻ ചേച്ചിയാണോ മോളെന്ന്. എന്താ കിച്ചു ഇത്? അതാ ഇവര് അസൂയ എന്നല്ലേ? അസൂയല്ല, വെറുതെ അങ്ങനെ ചോദിക്കുന്നതാണ്. ചോദിച്ചിട്ട് കളി പറഞ്ഞിട്ട് അങ്ങ് പോകും. ഇപ്പം നമ്മുടെ ലക്കിക്ക് ഒരു ചെറിയ ഒരു ബേബിയും കൂടെ വരാൻ പോവാണ്. എത്ര മാസമായി? എനിക്കിപ്പോ 6 മാസം. 6 മാസമായി. അപ്പം ഈ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിരിക്കും വന്ന് പോകുന്നത്, കൂടുതലും അമ്മയാണ്. ഇപ്പൊ ഈ സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും അല്ലേ? ആഗ്രഹങ്ങളൊക്കെ പറയാം. ആഗ്രഹങ്ങള് അവളെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും നമ്മള്. ഒരാഗ്രഹവും സാധിക്കാതിരുന്നില്ല. അത് മോനായിരുന്നപ്പോഴും അങ്ങനെയാണ്. നമ്മളെ സാഹചര്യങ്ങൾക്കൊത്ത് നമ്മൾ ആ ആഗ്രഹങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കും. ഇപ്പോഴും അങ്ങനെയാണ്, അപ്പോഴും അങ്ങനെ. എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്? കാരണം ഈ സമയത്തൊക്കെ എന്തെങ്കിലും കഴിക്കാനോ ഒക്കെ തോന്നുമല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ എന്തൊക്കെയാണ് ചോദിക്കാറുള്ളത്? എന്തായാലും കഴിക്കാൻ ചോദിക്കൂല. എന്ത് വേണമെങ്കിലും തുറന്ന് പറയൂ. അച്ഛനൊന്നും നോക്കില്ല, അമ്മയൊന്നും നോക്കില്ല. ആണോ? സ്വന്തം അച്ഛനെ പോലെ അച്ഛൻ എനിക്ക് ഇന്നത് വേണം എന്ന് നമ്മൾ പറയും. ആണല്ലേ? അങ്ങനെ മടിയൊന്നുമില്ല, ഏത് കാര്യമായാലും. പക്ഷെ ഫുഡൊന്നും കഴിക്കാറില്ലേ? ഫുഡിനോട് വലിയ താല്പര്യം ഇല്ല. പിന്നെ ഇപ്പോഴേ ഒരു മാസമായിട്ട് ലഡു ഉച്ച സമയത്ത് കഴിച്ചു കഴിഞ്ഞ ഉടനെ, ഉറങ്ങി എണീറ്റ ഉടനെ, ഉറക്കത്തിൽ നിന്ന് വന്ന ഉടനെ, രാവിലെ എണീറ്റ ഉടനെ ഒരു ലഡു വേണം. അങ്ങനെ ലഡു കഴിക്കുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് അവക്ക് അങ്ങനെ ഇഷ്ടങ്ങളൊന്നും അങ്ങനെ ഇല്ല. ഇവര് രണ്ടുപേരിൽ ആരാമ്മ ഏറ്റവും പാവം? ഇവനാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് അല്ലേ ഇളയതായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കൊഞ്ചിച്ച് ഇങ്ങനെ ആക്കി വെച്ചേക്കല്ലേ. ഇതിലാരാ ശരിക്കും പാവം? എന്തായാലും അങ്ങനെ ഒരമ്മയ്ക്കും അല്ല മക്കളുമാരങ്ങനെ പാവമാണ്, ഭയങ്കരമാണ്. അല്ല എന്നാലും കുറെ എനിക്ക് തോന്നുന്നു സന്ദീപേട്ടൻ ഇങ്ങനെ പാവം മിണ്ടാതിരിക്കുക അല്ലേ? അങ്ങനെ തന്നെയാണോ ആള് ശരിക്കും? ബേസിക്കലി യഥാർത്ഥത്തില് പാവം എന്റെ സന്ദീപ് മോൻ തന്നെയാണ്. അങ്ങനല്ല, പിന്നെ ഇവന് ഇരട്ടയായിരുന്നു, 2 പേരാണ്. അപ്പോഴേ യവനെ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോഴേ യവനെ അങ്ങനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കൊഞ്ചിച്ച് പിന്നെ യവൻ പറയുന്ന എല്ലാം ഒക്കെ ചെയ്ത് ഇങ്ങനെയായിരുന്നു. നമ്മള് മറ്റേ കൊഞ്ചിച്ച് വഷളാക്കിന്നല്ലേ? അത് തന്നെയാണ്. ഇവനെനിക്ക് തോന്നുന്നു ഭയങ്കര ഫാൻസ് ഒക്കെ ആയിരിക്കും അല്ലേ? കാരണം ഞാൻ നോക്കുമ്പോഴും ഇവന്റെ വീഡിയോസ് വരുമ്പോഴത്തേന് പ്രത്യേകിച്ച് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ മെസ്സേജ് ഒക്കെ വരാറുണ്ടോ? പോയി കഴിഞ്ഞാൽ ഇവനെ അങ്ങ് വളയും. ആണോ? നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോ അല്ലേ? എന്താ കിച്ചു മറ്റേ ആരാധകന്മാരൊക്കെ വന്ന് പറയുന്നത്? ഈ ഏരിയയിൽ ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റാർ ആണ്. ഈ നാട്ടിലുള്ള എല്ലാ പെൺപിള്ളേരുടെയും മറ്റേ അറിയാവുന്ന ചേട്ടനാണല്ലേ? അതല്ലേ നാട്ടിലൊക്കെ ചേട്ടൻ കാണില്ല നമുക്ക് ഭയങ്കര ഫാൻസ് ഒക്കെ ഉള്ളത്. ആ ചേട്ടനാ ഇത്? കിച്ചു ചേട്ടൻ? അച്ഛനും അമ്മ ഇരിക്കുന്നതുകൊണ്ട് എല്ലാരും ഞാൻ സഹോദരിമാരാക്കിയെന്ന്. തിയേറ്ററിൽ പോകുമ്പോ ഇഷ്ടംപോലെ പെൺപിള്ളേരൊക്കെ അടുത്ത് വന്ന് പിന്നെ ഇവനോട് സംസാരിക്കുകയൊക്കെ ചെയ്യും, നമ്മളോടും സംസാരിക്കും. കിച്ചു പറയാ ഞാൻ എന്തിനാ പറയുന്നത്, കൂടെ ഇരിക്കുന്നവര് പറയട്ടെ അതല്ലേ മാസ്. കിച്ചു ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ മെസ്സേജ് വരാറുണ്ടോ കിച്ചു? വെറുതെ പറയണ്ട, സന്ദീപേട്ടൻ പറയും ഇവന് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? അല്ലെ ആതിരക്ക് അറിയായിരിക്കല്ലോ. കിച്ചുവിന് കല്യാണം കഴിക്കണമെന്നൊക്കെ പിള്ളേർ മെസ്സേജ് അയക്കും. കാരണം അമ്മയുടെ മരുമകളാകാൻ വേണ്ടിയിട്ട് ഒത്തിരി പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതായത് അമ്മയും ഞാനും തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ പിള്ളേർ പറയും ഞങ്ങളും കൂടെ അങ്ങോട്ട് വന്നോട്ടെ, ഒരാൾ വെറുതെ വീട്ടിലിരിക്കുന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ മെസ്സേജ് ഒക്കെ അയക്കും. കമന്റ്സും അങ്ങനെ വരാറുണ്ട്. ഞാനിടുന്ന വീഡിയോസിന്റെ താഴേക്ക് ഇതായിരിക്കും, ഒരാളും കൂടെ ഇല്ലേ നമ്മളും കൂടെ അങ്ങോട്ട് വരും. ശരിയാണ്. കാരണം ഞാനിപ്പോ ഇങ്ങനെ കാണുമ്പോഴാണെങ്കിലും ഒരു വീഡിയോ എടുക്കുന്നതിന് അപ്പുറത്തേക്ക് ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു മനസ്സ് വേണമല്ലോ അല്ലേ? അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കാൻ ഒരു മനസ്സ് വേണം. അപ്പൊ അത്ര സപ്പോർട്ടിലാണ് അമ്മ നിൽക്കുന്നത്. ശരിയാണ്, നമ്മൾ സ്വപ്നത്തിലേക്ക് കാണുന്ന പോലൊരു അമ്മയാണ്. ഇതുപോലൊരു അമ്മായിമ്മ കിട്ടാൻ ആരാണെങ്കിലും ആഗ്രഹിക്കും. കിച്ചു നീയാണ് അടുത്തത് സാധിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇത് പറയിപ്പിക്കണം. അതാണ് അമ്മ. ഇനിയും ഒരു മരുമോള് വരുമ്പോ എങ്ങനെയായിരിക്കും? ഇവനെ കൊണ്ടുവരുന്നേ
അപ്പൊ ആ മരുമോളോട് എന്തായിരിക്കും മെയിൻലി പറയാൻ പോകുന്നത് ഇവനെ പറ്റി? എന്തായാലും വേറൊരു വീട്ടിൽ നിന്ന് വരുന്ന കൊച്ചല്ലേ, അതൊരു പാവം ചെയ്തിട്ടല്ല വരുന്നത്. അതുകൊണ്ട് അതിനോട് നമ്മൾ ദ്രോഹം ചെയ്യാൻ പാടില്ല. അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റൂല. ഇല്ല, അല്ല, മെയിനായിട്ടേ നമ്മൾ കിച്ചുവിനെ പറ്റി എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കുമല്ലോ, മോളെ അവൻ എങ്ങനെയാണ്, നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയോ? അല്ല, അത് എനിക്ക് പറയണം, ഇവനെ സൂക്ഷിക്കാൻ പറയണം. അതെന്താ അമ്മ? ഇച്ചിരി ദേഷ്യം കൂടുതലാണ്. പിന്നെ ദേഷ്യം വന്നിട്ട് പിന്നെ അതങ്ങ് തണുക്കും. ആ, അങ്ങനെ ഒരിതാണ്. കിച്ചുവിന് മെയിനായിട്ട് ദേഷ്യം വരുന്ന കാര്യം പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട. ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നടന്നാലോ അല്ലെങ്കിൽ കേട്ടാലോ അവൻ പ്രതികരിക്കും. ടെററാണോ കിച്ചു? ഞാൻ അങ്ങനെയൊന്നും അല്ല. അല്ല, കിച്ചു ഒന്നും മിണ്ടായിരിക്കണം. എന്റെ ഫാൻസ് ഇതൊക്കെ കേട്ടാ തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞിട്ടെ അതുകൊണ്ട് കിച്ചു ഒന്നും മിണ്ടത്തില്ല. സന്ദീപേട്ടൻ വരുന്നതിന് മുമ്പ് നിങ്ങളായിരിക്കുമല്ലോ മറ്റേ ഫുൾ കോംബോ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. സന്ദീപേട്ടൻ വന്നു കഴിയുമ്പോഴത്തേന് നീ ഔട്ടാവോ അതോ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് മെയിൻലി? സന്ദീപേട്ടൻ വരുമ്പോ ഞാനും കിച്ചുവാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടാവും, ചേട്ടനെ പുറത്താക്കും, നമ്മളിങ്ങനെ കളിയാക്കി എന്തെങ്കിലും ഒരു വിഷയം എനിക്ക് വലുതായിട്ട് ആക്ട് ചെയ്യാനൊന്നും അറിയില്ലല്ലോ. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നത്. ആക്ട് ചെയ്യാനായിട്ട് വലുതായിട്ട് അറിയില്ല. അപ്പൊ ഇവര് ചെയ്യുന്ന വീഡിയോ ഒരിക്കൽ ചെയ്യുന്ന വീഡിയോ ഒരു 4-5 വട്ടമായിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അതിലിട്ട് ഇവനിങ്ങനെ കളിയാക്കും. നമ്മൾ നേരത്തുള്ള കാര്യങ്ങളാണ് ചേച്ചിക്ക് അറിയാം, വീഡിയോക്ക് ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. അപ്പൊ അതേ രീതിയിൽ ഞാൻ ചെയ്യാൻ ഡിഫറൻറ്റ്. ചേട്ടാ നീ ക്യാമറ ചെയ്തോന്ന് പറയും. അപ്പൊ ഇവനെ അറിയില്ലല്ലോ എന്താണ് ചെയ്യേണ്ടത്. ഇവൻ അതായത് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് തുണയിക്കോന്ന് പറയും. തുണയിക്കോന്ന് പറയുമ്പോ ഞാനിങ്ങനെ വായം തുറന്ന് ഇങ്ങനെ ഇരിക്കും, എന്താണ് പറയുന്നത് വെച്ചാൽ എനിക്ക് ചെയ്യാൻ അറിയില്ലല്ലോ. എന്താ അത് പറഞ്ഞു തന്നാലല്ലേ നമുക്കത് ആക്ട് ചെയ്യാനായിട്ടേ പറ്റത്തുള്ളൂ. അതവൻ പറയില്ല. അടുത്ത അതിന് മുന്നായിട്ട് അവൻ ചൂടാവും. എന്താ ഇവ ഭയങ്കര ടെററാണ്. അതായത് ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഓഫ് കോഴ്സ് ആതിരയും കിച്ചും കൂടെ ഒക്കെ ആയിരിക്കുമല്ലോ അമ്മ അച്ഛനോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നേ. ഈ സമയത്തൊക്കെ ഇവൻ വഴക്കൊക്കെ പറയോ? അല്ല, ഇവൻ വഴക്ക് പറയണതും അപ്പോഴാണ്, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വഴക്ക് പറയണ അങ്ങനെ പറയൂല. ഇവൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവന്റെ കൂടെ ഒരു വീഡിയോക്ക് നിൽക്കാൻ നമുക്ക് മനസ്സ് തോന്നൂല. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പറഞ്ഞു തരും. നമ്മൾ അപ്പോഴെങ്ങനെ ഇവന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് മനസ്സിൽ ഇവന്റെ ദേഷ്യമായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം പിന്നെ ടെൻഷൻ വന്നിട്ട് നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അമ്മ ഇന്നാണ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ് പിന്നെ ഞാനും ഇവനും അങ്ങ് വഴക്കാവും. പിന്നെ എന്താ ചെയ്യാ, മോനല്ലേ, അതുകൊണ്ട് മോനായി പോയില്ലേ? ആണോ കിച്ചു? കിച്ചുന് ആരെ ഇതിൽ ഏറ്റവും എളുപ്പം അഭിനയിപ്പിക്കാനൊക്കെ? ചേച്ചിയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛൻ പക്കയാട്ടോ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഞാൻ അങ്ങോട്ടും എല്ലാം പറഞ്ഞ അച്ഛൻ ഇങ്ങോട്ട് പറയും, നീ ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത്. അച്ഛൻ അവിടേക്ക് പക്കയായിട്ട്. അച്ഛൻ പറ, ഇവർ ഈ വീഡിയോ ഒക്കെ പറഞ്ഞു തരുമ്പോഴത്തേന് ഇവൻ മര്യാദക്കൊക്കെ പറഞ്ഞു തരുമോ? ചിലപ്പോ ഞങ്ങൾ ദേഷ്യപ്പെടുന്ന പോലെ അച്ഛനോട് ദേഷ്യപ്പെടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒറ്റ ഇതിലാവുന്ന ചില സമയത്ത് മനസ്സിലാവില്ല. അത് ഇവൻ പറയുന്നത് അത് ചെയ്തില്ലെങ്കിൽ ഇവന് പെട്ടെന്ന് ദേഷ്യം വരും. 2-3 വട്ടം പറഞ്ഞു തരും, അതുപോലെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ച് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയുമ്പോൾ അവന് ദേഷ്യം വരും. എന്നാലും കുഴപ്പമില്ല. ചില സമയത്തൊക്കെ നമുക്ക് ദേഷ്യം വരത്തില്ല അമ്മ. ചിലതൊക്കെ പറഞ്ഞ് എത്ര പറഞ്ഞിട്ട് കേൾക്കാ നീ നിന്റെ ഒരു വീഡിയോ കൊണ്ടുപോകും, എനിക്ക് വയ്യ, ഇനി നീ ആരെങ്കിലും വെച്ച് അഭിനയിപ്പിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് പോകാറുണ്ടോ? പിന്നെ ഞാനും ദേഷ്യപ്പെട്ടങ്ങ് പോകും. അപ്പോൾ എനിക്കറിയാം എന്തായാലും അമ്മ വരുന്നു, 10 മിനിറ്റ് നോക്കും, 10 മിനിറ്റ് എണീറ്റോ, അമ്മ വാ അമ്മ ചെയ്യമ്മ, വരാൻ പറ്റുമോ, അമ്മയ്ക്ക് പറ്റൂലേ, ലാസ്റ്റ് ഡേ ഒന്നും കൂടി എടുക്കും. പിന്നെ അത് ചെയ്ത് ഇങ്ങനെ ആരാ മെയിനായിട്ട് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പിണങ്ങി പോകാറുള്ള? അമ്മ തന്നെയാണോ? മറ്റേ ആരാനും പിണങ്ങി പോയി ഇവന്റെ ഇത് വെച്ചിട്ട് എല്ലാരും കൂടി ആതിര് പറ, ഇതില് മെയിനായിട്ട് പിണങ്ങി പോകുന്ന ആരാ വീഡിയോ ഒക്കെ എടുത്തിട്ട്? അങ്ങനെ പിണങ്ങി പോകില്ല, വീഡിയോ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. ഇത് ലക്കി എങ്ങനെയാണ് ഇങ്ങനെ സഹകരിക്കുന്നത്? അവൻ എന്തെങ്കിലുമൊക്കെ മറ്റേ മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ? സഹകരിക്കത്തേ ഇല്ല. ഇതുപോലെയാണ് അവന് റീലിലും. അയ്യോ, അപ്പൊ ഇവന് ഈ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇടുന്നു? അത് ഇപ്പോഴാണ് കുറച്ച് ഒരു മാസമൊക്കെ ഡിമാൻഡ് വെക്കുക. ഇതിന് മുമ്പേ അവൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അത് വെച്ച് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് ഞാൻ കാണും. അത് കാണുമ്പോൾ ഞാൻ ചോദിക്കാം, ഇനി ഈ വീഡിയോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചെയ്യുമെന്ന്. അപ്പോൾ അത് വെച്ച് ഞാൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ ഒന്നും സഹകരിക്കത്തില്ല. ഒരു കാര്യം വീഡിയോ എടുക്കുന്ന കാര്യം അവനെ അങ്ങനെ അറിഞ്ഞൂടാ. അവൻ എന്തെങ്കിലും എക്സ്പ്രഷൻ ഇടണ നമ്മൾ നോക്കിയിരിക്കും, കൂടെ പോകും. നിങ്ങളുടെ ഇപ്പൊ ചില വീഡിയോസിലൊക്കെ നമ്മളെ ഓരോരോ ഫാമിലിയെ കാണുമ്പോൾ അവരുടെ മാത്രമായിട്ടുള്ള ചില യുണീക്ക് എക്സ്പ്രഷൻസും അത് വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നിങ്ങളെ മാത്രം സിഗ്നേച്ചർ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, ഇന്നതൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ വീഡിയോസിൽ എന്നും ഇത് വരണമെന്നുള്ളത് എന്തെങ്കിലും നോക്കാറുണ്ടോ? അങ്ങനെ കുറച്ച് കോമഡി ഉണ്ടെങ്കിൽ കുറച്ച് അടിപൊളിയായിരിക്കും. മെയിനായിട്ട് ഞാൻ അച്ഛനെ ഉൾപ്പെടുത്താൻ നോക്കും. എല്ലാവരും അച്ഛനെ ഉൾപ്പെടുത്താൻ എല്ലാ വീഡിയോസിലും ചിലവര്
ക്രിയേറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല, അച്ഛനെ ഉൾപ്പെടുത്തില്ല. അച്ഛനെ ഉൾപ്പെടുത്തും. അച്ഛനെ എന്നെ പോലെ എന്നെ കോമഡി ആയിട്ട് നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അച്ഛനെ എല്ലാത്തിനും മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തും. പിന്നെ ഫാമിലി അല്ലേ, നമ്മുടെ ഫാമിലി ആകുമ്പോൾ എല്ലാവരും കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അമ്മ ഐഡിയ കൊണ്ട് തരാറുണ്ടോ? അതായത് നമ്മൾ ചിലപ്പം അവിടെ ഇവിടെയൊക്കെ മറ്റേ കുടുംബശ്രീന്ന് കേൾക്കുന്നതും ഇവിടുന്ന് കേൾക്കുന്നതൊക്കെ കേൾക്കും, ഇതിലെന്തോ ഒരു കണ്ടന്റ് ഐഡിയ ഉണ്ട്. അമ്മ ഐഡിയ കൊണ്ടുവന്ന് ഞാൻ അമ്മ കളിയാക്കി കൊല്ലി ചേച്ചി കൂടെ. ഞാനില്ല, ഇവനോട് കളിയാക്കി ഇവ ചിരിക്കും. ഇവ ഇങ്ങനെ നിർത്താതെ ചിരിക്കുമ്പോഴത്തേന് കേൾക്കണ നമുക്കും കൂടെ ശരി വരും. അമ്മ എന്തൊക്കെ ഐഡിയാസ് കൊണ്ടുവരുന്നത്? അമ്മ പറഞ്ഞു കൊണ്ടുവന്ന ഐഡിയ ഒന്ന് പറയട്ടെ ഇവിടെ. എന്താ അല്ല, അമ്മ ഇങ്ങനെ വീടിനകത്ത് നടക്കുന്ന കാര്യം, അതായത് അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ പറയും. അത് മാത്രല്ല, അമ്മ പുറത്ത് നടക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ പറയും. പക്ഷേ അത് ഇവൻ കോമഡി ആയിട്ട് എടുത്ത് ഇങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പിന്നെ അന്നത്തെ ദിവസം മൊത്തം കഴിക്കാൻ പോയാലും ആ കാര്യം ഇട്ട് പറഞ്ഞ് കളിയാക്കും അമ്മേ. ആണല്ലേ? ഇതുപോലെ അമ്മ കൊണ്ടുവന്ന ഐഡിയയിൽ ഏതെങ്കിലും കണ്ടന്റ് എടുത്തിട്ടുണ്ടോ ആന്റി? ഇവൻ ഈ പറഞ്ഞ് കളിയാക്കിയില്ലേ, പക്ഷെ ആന്റി കൊണ്ടുവന്ന കണ്ടന്റ് ഒക്കെ അടിപൊളിയായിട്ട് എടുത്ത് വൈറലായിട്ടുണ്ടോ? അത് ആ കണ്ടന്റ് വൈറലാവും. അത് ഇവൻ എന്നെ കളിയാക്കി കൊല്ലുകയും ചെയ്യും. പക്ഷെ അത് അവൻ പിറ്റെന്തെങ്കിലും ചെയ്യും. അത് ഇച്ചിരി മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി കുറച്ച് മാറ്റി ഞാൻ ചെയ്യാം. അങ്ങനെ വൈറലായ ഒരു കണ്ടന്റ് എന്ന് പറയോ? കുറെ ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി ഒരു നാട്ടുമ്പുറ ഏരിയ ഒക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മള് ഈ അയലോകക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ റെസ്പോൺസ് ഒക്കെ ഇങ്ങനെ, അവരൊക്കെ ആദ്യമൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു, അതോ എന്തൊക്കെ പറയുമായിരുന്നു? അവര് കുറ്റം പറയുള്ളൂ, അത് സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു ആദ്യം. അവര് ചോദിക്കും, നമ്മളെ മുമ്പിലെന്ന് പറയും ഒന്നും ചോദിക്കത്തോലും. നമ്മൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ചെയ്യുന്ന അവർക്ക് പക്ഷെ കാണും, എന്നിട്ട് ഒന്നും ചോദിക്കില്ല. എല്ലാരും എല്ലാം കാണും. പക്ഷെ ഒരു അഭിപ്രായം, നല്ലൊരു അഭിപ്രായം പറയുന്നത് കുറവാണ്. എന്തെങ്കിലും ഒന്ന് കുറ്റമായിട്ട് 2 കിലോമീറ്റർ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും താല്പര്യം. അതിപ്പോൾ ഞാൻ ഈ പിന്നെ ഒരിടത്ത് പണിക്ക് പോയെടുത്ത് ഒരു റിട്ടയറായ പിന്നെ IG വീട്ടിലാണ് നമ്മൾ പണിക്ക് പോയത്. അപ്പോഴേ കൊച്ചു പിള്ളേർ ആദ്യം വന്നിട്ട് അങ്കിൾ ന്യൂട്യൂബിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഇപ്പോൾ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ തടി ചുമക്കാനാണ്. അപ്പോൾ ഈ തടി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇതേപോലെ കുറേ പിള്ളേർ വന്നു കഴിഞ്ഞപ്പോൾ IG അവരെ ചെറു മക്കളെല്ലാം കൂടെ വന്നിട്ട് ഇങ്ങനെ ഒടുക്കം നമ്മളെ വിളിച്ച് പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം വിളിച്ച് അവരെ വീടിൻ്റെ ഫ്രണ്ടിലിരുത്തി ഒരു കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ച് സെക്കൻഡൊക്കെ തന്ന് അവര് ഒരുമിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്താണ് എന്നെ വിട്ടത്. ആണല്ലേ? അച്ഛനും അതൊക്കെ സന്തോഷം. എനിക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലായി വന്നപ്പോ അച്ഛനും വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു. ആണല്ലേ? എങ്ങനെ ഇതൊക്കെ ഒരു ഇതാണ് അച്ഛന്റെ ഇതിൽ ആദ്യമായിട്ട് നമ്മളെ ഈ യൂട്യൂബ് തുടങ്ങിയ ശേഷം ഉണ്ടായത്. അതിനുശേഷമാണ് അച്ഛൻ ഫുള്ള് സപ്പോർട്ട് നമുക്ക് വീഡിയോ ചെയ്യാനും നിൽക്കും. അതായത് അച്ഛനും അതിനുശേഷം ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്നത് വീഡിയോ പുറത്തോട്ട് അറിയപ്പെടാൻ തുടങ്ങുന്നുണ്ട്. നമ്മളെ വീട്ടിൽ ഇതിനകത്ത് ഇരുന്നിട്ട് അതിനുശേഷം തൊട്ട് ഫുള്ള് സപ്പോർട്ടായിരുന്നു അച്ഛൻ. അച്ഛൻ പറയുന്നത് നമ്മളെ നല്ലതിന് വേണ്ട. എന്നെ കൊച്ചിലോട്ട് നമ്മുടെ അടുത്ത് പറയും ജോലി വാങ്ങണം. അങ്ങനെ ചേട്ടനെ കണ്ടാണ് എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആർമി. അപ്പൊ നമ്മളെ മുമ്പ് ഒരാൾ ചെയ്യുമ്പോൾ അത് ബേക്കായിട്ട് നമ്മൾ പോകില്ല. അതുപോലെ ചേട്ടന്റെ ഇതായിരുന്നു എന്റെയും ഡ്രീമാണ് ആർമി. അങ്ങനെ ഞാനും ട്രൈ ചെയ്ത് 24 വയസ്സ് വരെ ട്രൈ ചെയ്ത്. ഇതിന് മുമ്പുള്ള ടെസ്റ്റ് ക്യാൻസൽ ചെയ്ത. അഗ്നിപുത്തിന് മുമ്പ് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് അപ്പോഴേക്കും എന്റെ ഏജ് ഔട്ടായി. പിന്നെ ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്യുന്നില്ല, യൂട്യൂബിലോട്ട് മാറി. പിന്നെ എന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു തുടങ്ങി. അങ്ങനെ ഇവനെ എന്തെങ്കിലുമൊക്കെ ആക്കണമെങ്കിൽ എന്താക്കാനായിരുന്നു അങ്കിളെ ആഗ്രഹം? ഇവൻ എന്താവണം എന്നായിരുന്നു ആഗ്രഹം? അങ്ങനെ തന്നെയായിരുന്നല്ലേ ആഗ്രഹം? എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, മിലിറ്ററി താല്പര്യമില്ലായിരുന്നു അതിനകത്തോട്ട്. കാരണം വെച്ചാൽ ഞാൻ അതിനകത്ത് പോയിട്ട് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതായത് ഞാൻ അതിനകത്തും ഇവൻ പുറത്തും കിടന്ന് ഈ പുറത്തുള്ള ഇതൊക്കെ അനുഭവിക്കുന്നതും ഞാൻ അകത്ത് കിടക്കുന്നതും വല്ലാത്തൊരു രണ്ടാണ്. എനിക്ക് മനസ്സിലാവും. അപ്പം അതിനെക്കാട്ടും നല്ലത് അവൻ പുറത്ത് ഒരു ജോലി കിട്ടി ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, അകത്ത് കിടന്ന് ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി. അമ്മയ്ക്ക് ഭയങ്കര താല്പര്യമില്ലായിരുന്നു. ഒരാൾ ആർമി പോയപ്പോ ഒരാൾ വീട്ടിൽ നിൽക്കണമായിരുന്നു ഭയങ്കരമായിരുന്നു. അമ്മ എപ്പോഴും പറയുന്നു, കിച്ചു നീ ഇവിടെ വേറെ എല്ലാം നോക്ക്, നീ ആർമി പോകണ്ട, നമ്മളടുത്ത് നമ്മളെ കാര്യങ്ങൾക്ക് നോക്കാം, പെട്ടെന്നൊരു ആവശ്യം വന്നു വരാൻ നീ അല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അച്ഛൻ പറയുന്നടാ നീ നിന്റെ ഇഷ്ടം ആർമി പോകും, നീ പോകും. രാവിലെയൊക്കെ 4 മണിക്കൊക്കെ നീ ഉറക്കണിൽ ചവിട്ടി എണിപ്പിച്ചോണ്ട് ഓടെ. നേരത്തെ പോകുന്നതിനൊക്കെ മുന്നേ അച്ഛൻ തന്നെ എന്നും ജിമ്മിലൊക്കെ പറഞ്ഞു വിട്ട് രാവിലെ തന്നെ ഓടാനൊക്കെ ഫുള്ള് സപ്പോർട്ടായിരുന്നു അച്ഛൻ. അച്ഛൻ ഞങ്ങളൊരു കൂട്ടുകാരനെ പോലെ തന്നെ ആയിരുന്നു. എനിക്ക് ഞാൻ ഓളെ കെട്ടി ഒരു കുഞ്ഞുമുണ്ട്. പക്ഷെ എന്നിട്ടും എനിക്ക് അച്ഛൻ ഇപ്പോഴും പേടിയാണ്. ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ ഇപ്പോഴും പേടിയാണ്. ആദ്യം സംസാരിക്കും, പിന്നെ സംഗീതം പറയും, പിന്നെ നമുക്കത് മനസ്സിലാവും. ഇവര് കൊച്ചിലോട്ട് ഇങ്ങനെയാണോ ആന്റി? കാരണം നമ്മള് കുഞ്ഞിലെ ഇപ്പൊ എന്റെ അനിയനാണെങ്കിലും അമ്മയോട് പോയി പറയാം, അമ്മ അച്ഛനോട് അങ്ങനെ തന്നെയായിരുന്നു. ഇത് തന്നെയാണ് കുഞ്ഞായിരുന്നപ്പോഴുള്ള സ്വഭാവം തന്നെയാണ് ഇപ്പോഴും. പ്രത്യേകിച്ച് അവനൊരു മാറ്റവും ഇല്ല. സന്ധി അവനൊരു മാറ്റവും ഇല്ല.
പിന്നെ ഈ കിച്ചു അല്ല ഇവിടുന്ന് പറഞ്ഞു കൊടുക്ക, എന്റെ പേരോടെ പറ, എന്റെ പേരോടെ പറ. അത് തന്നെയായിരുന്നു. ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഇപ്പം ഇത്ര പ്രണയിച്ച കല്യാണം കഴിച്ച് ഇങ്ങനെ മാറി നിൽക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് മിസ് ചെയ്യാറുണ്ടോ രണ്ടുപേരും? പിന്നെ മിസ് ചെയ്യാതെ മിസ് ചെയ്യും. പിന്നെ ലക്കിയ പ്രഗ്നന്റ് ഒക്കെ ആയ സമയത്തൊക്കെ നല്ല മിസ് ചെയ്യും. പിന്നീട് എനിക്ക് പിന്നെ അധികം അങ്ങനെ ഒരു വിഷമത്തിലോട്ട് പോയിട്ടില്ല. അമ്മ ഉള്ളതുകൊണ്ടും പിന്നെ കിച്ചു അച്ഛൻ എല്ലാരും കൊള്ളതുകൊണ്ട് എനിക്ക് വിഷമമൊന്നും. എന്നാലും എനിക്കൊന്ന് വേറൊരു ജോബൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് എപ്പോഴും വിളിക്കാനൊക്കെ പറ്റും. പക്ഷെ ഇപ്പൊ ആർമിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ വിളിക്കാനുള്ള ഒരു സിറ്റുവേഷനും ഒന്നും ഇല്ലല്ലേ. ഇപ്പൊ ഈ രണ്ടാമത്തെ നമ്മളിപ്പം പ്രഗ്നന്റ് ആണ്, അതിപ്പം അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണോ? നമ്മള് ലക്കിക്ക് എത്ര ഏജ് ആയി? 3 വയസ്സല്ലേ. അപ്പം അതങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണോ? നമുക്ക് ഒരു ഭാഗ്യം പോലെ കിട്ടിയതാണോ? ഭാഗ്യം പോലെ കിട്ടിയതാണ്. പ്രിപ്പയർഡ് ആയിരുന്നോ? പ്രിപ്പയർഡ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ഒരു വീഡിയോ കണ്ടു, അതായത് ചോറ് കൊടുത്താലൊന്നും വേണ്ട, അതേസമയം എന്തൊരു പലഹാരം കൊടുക്കുമ്പോഴേ അമ്മയുടെ ഇടം കൂടെ എടുത്ത് കഴിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ശരിക്കും? അത് അങ്ങനെ ശരിക്കും അങ്ങനെയല്ല, ഐ മീൻ ചോറൊന്നും വേണ്ട, പലഹാരം. നമ്മളിപ്പോ ആണെങ്കിലും പലഹാരം ഇഷ്ടം പോലെ കഴിച്ചോളൂ, ചോറൊന്നും വേണ്ട, അങ്ങനെ തന്നെയാണോ ശരിക്കും? അതിപ്പോ ഫസ്റ്റ് ഒരു 3 മാസമൊക്കെ ആയപ്പോഴത്തേനും ഞാൻ കഞ്ഞി മാത്രമായിരുന്നു, കഞ്ഞി മാത്രമേ കുടിക്കുള്ളായിരുന്നു. പിന്നെ അതൊരു 4 മാസമൊക്കെ ആയപ്പോഴത്തേനും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പുറത്തുള്ള ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇത് വന്നു. അങ്ങനെ അതൊരു കണ്ടന്റ് ആക്കി എടുത്തു. ആണോ? ഇപ്പൊ പഴയ സമയത്തൊക്കെ നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുമല്ലോ. അമ്മയുടെ കാലത്ത് അയ്യോ അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, ജോലിയൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പണ്ടത്തെ അമ്മായി അമ്മ അല്ല, എന്നാലും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ മോളെ, അത് കഴിക്കരുത്, ഇത് കഴിക്കില്ല. ഇല്ല, ഞാൻ അവളോട് പറയും നിനക്ക് ഇഷ്ടമുള്ള എന്താണോ അത് കഴിക്കാൻ പറയാം. അപ്പൊ അവള് പറയും പിന്നെ മോൻ ഇവിടെ ഇല്ലല്ലോ അമ്മ, എനിക്ക് പുറത്തൊന്ന് ഫുഡ് കഴിക്കാൻ തോന്നണമെന്ന് പറയും. അന്ന് നമ്മളൊരു ട്രിപ്പ് അങ്ങ് വയ്ക്കും. അറിയില്ല, ഞാൻ വീഡിയോ വരുമ്പോഴേക്കും പോയേ അത് റീലാക്കും. അത് ഇൻസ്റ്റയിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടായിരിക്കും പോകുന്നത്. അത് ഇപ്പം വീഡിയോ എന്തെങ്കിലും തുറന്നു നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു നോക്കുമ്പോൾ ബിരിയാണിയുടെ കാലി അടിച്ചോണ്ടിരിക്കണം അമ്മ. ഞാൻ താഴെ ചോദിക്കുമ്പോൾ പോയിട്ട് വന്നേ ഉള്ളു. ഇവരപ്പോ വാങ്ങിച്ചോണ്ട് കൊടുക്കാറില്ല ഒരു പാഴ്സലൊക്കെ? നമ്മളല്ലേ, ഞാനും അമ്മയൊക്കെ പോകുമ്പോ വീട്ടിലും കൂടെ വാങ്ങിട്ട് വരും. അപ്പൊ വാങ്ങിച്ചോണ്ട് തരാറുണ്ട്. ഇപ്പൊ പുറത്ത് പോകുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഫാൻസ് ആയിരിക്കില്ലേ? ഇപ്പൊ അമ്മയ്ക്കും ആദ്യക്കൊക്കെ ഫാൻസ്, അപ്പൊ അവരൊക്കെ വന്ന് മിണ്ടാറൊക്കെ ഇല്ലേ? അവര് വന്ന് മിണ്ടും, എല്ലാരും സെൽഫി എടുക്കാൻ വരും. നമ്മളെ ഇപ്പം ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഒരു വലിയ ടൗൺ ഉള്ളത്, വെള്ളറുടെ. അവിടെ പോകുമ്പോഴായാലും ഒരുപാട് പിള്ളേരും സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പിള്ളേരും പിന്നെ ഇച്ചിരി പ്രായമുള്ള അങ്ങനെയൊക്കെ ഉള്ളവരും ഒരുപാട് പേര് വരും. അന്ന് എല്ലാവർക്കും അറിയാം, ഇപ്പോഴും അറിയാം, എല്ലാവർക്കും അറിയാം. കടയിലൊക്കെ പോകുമ്പോഴായാലും കഴിക്കാനൊക്കെ അവർക്ക് എന്തെങ്കിലും വേണമെന്ന് പറയാം. എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോഴാണ് മസ്റ്റായിട്ട് നമ്മള് ഇങ്ങനെ പോകുന്നത്. ലക്കിയും കൊണ്ട് ഇങ്ങനെ പോയിട്ട് അവിടെ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് അവള് പറയും എനിക്ക് അവിടെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടമെന്ന് പറയാം. അങ്ങനെ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കും, അവിടെ നിന്ന് കഴിച്ചിട്ട് വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് കിച്ചുവിനല്ല, ലക്കിക്കാണ്. ലക്കിയെ കാണാൻ എന്റെ വീട്ടിലേട്ടാ ആൾക്കാർ വരുന്നത്. ഇന്നും കൂടെ 2 ഇങ്ങോട്ട് വരാറുണ്ടോ? പിള്ളേര് വന്ന് സംസാരിച്ചു, ഇനി നാളെയും കൂടെ വരാന്ന് പറഞ്ഞിട്ട്. ഇവിടെ അടുത്തുള്ളവർ തന്നെയാണോ? ഒരു 2 കിലോമീറ്ററിനപ്പുറം. ശരിയാണ്. ലക്കി ഇപ്പൊ തന്നെ നമ്മൾ കാണുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുക്കുന്നുണ്ട് അതേപോലെ. പക്ഷെ എന്ത് ആള് ഇവിടെ കാണാൻ പോലും ഇല്ല, എവിടെ പോയത് എനിക്ക് അറിയാൻ പാടില്ല. അവൻ ഇന്ന് ഇങ്ങനെ തന്നെയാണോ ഫുൾ ടൈം ഇവിടെ കാണുന്നുണ്ട്? ഇങ്ങനെ അങ്ങ് തെറിച്ചവന് അവന്റെ ഇഷ്ടത്തിന് വിടണം, അതാണ് അവന് ഇഷ്ടം. പിന്നെ അവന്റെ ഇഷ്ടത്തിന് അവന് കാർട്ടൂൺ കാണണമെന്ന് പറയുമ്പോ ഉടനെ കാർട്ടൂൺ വെച്ച് കൊടുക്കണം. പിന്നെ എന്ത് പറഞ്ഞാലും ഉടനെ പിന്നെ അവന് ഇഷ്ടമുള്ള ആളെടുത്തു കൊടുക്കണം. ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയും പാവു എടുത്തതാന്ന്. അവിടെ പാറുന്ന്, ഞാൻ പാറുന്ന് വിളിക്കുന്നുണ്ട്, പാവു എടുത്തതാന്ന് പറയും. പിന്നെ ചിലപ്പോൾ പറയും അമ്മാമ്മ എടുത്തതാന്ന് പറയും. ഇങ്ങനെ അവൻ പറയുന്ന ആള് ആ സാധനം എടുത്തു കൊടുക്കണം, അവന്റെ കാര്യങ്ങൾ ചെയ്യണം. അവൻ ഡിമാൻഡ് വെക്കും, നമ്മൾ ചെയ്യണം. ഇവിടെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഏറ്റവും അവന് കുറച്ചുകൂടെ ക്ലോസ് ആരുമായിട്ട്, ആദ്യമായിട്ടാണോ അമ്മയായിട്ടൊക്കെയാണോ? രണ്ടുപേരുടെ അടുത്തല്ലേ? അപ്പൊ ഇങ്ങനെ എന്തിലൊക്കെ ഭയങ്കര എന്തിലൊക്കെ വഴക്കൊക്കെ ഇടുന്ന ആരോടാ കൂടുതൽ? എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ്. അത് എന്റെ അടുത്ത് അമ്മടുത്ത് സെയിം ആയിരിക്കും. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വാശിയുണ്ട്, ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം, ഞാൻ തന്നെ ഫുഡ് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉള്ള കുറെ വാശികളുണ്ട്. അച്ഛനെ കണ്ടെന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഞാൻ ആ വീഡിയോയിൽ കണ്ടു. നമ്മൾ വന്നിറങ്ങിയതിന്റെ ഭയങ്കര സന്തോഷമായിരുന്നോ? ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ ചോദിക്കാതിരിക്കുവായിരുന്നു ആളോട്, അച്ഛൻ എന്തോ കൊണ്ടുതന്നു, ഇവിടെ കാണാൻ പോലും ഇല്ല ആളെ. അവൻ എന്തൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ, അത് കൊണ്ടുതരണം ഇത് കൊണ്ടുതരണം എന്നൊക്കെ?
അങ്ങനെ ഡിമാൻഡ് വെക്കും. പ്ലെയിന് കൊണ്ടുവരണം, ആ. ട്രെയിൻ കൊണ്ടുവരണം, അങ്ങനെയൊക്കെ പറയും. വിളിക്കുമ്പോഴൊക്കെ പറയും JCB കൊണ്ടുവരണം. അതെന്നെ കാണിച്ചു, എന്നെ വന്നപ്പോഴേ കാണിച്ചു, ഒരു എയർപ്ലെയിൻ കാണിച്ചിട്ട് ഇങ്ങനെ എടുത്തൊക്കെ കാണിച്ചു. അപ്പൊ ഇനി എന്താണ് മറ്റേ ഇനി വരുന്ന കുറച്ച് വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ് ഇനി ബാക്കിയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ? ബാക്കിയുള്ള വിശേഷങ്ങൾ പെട്ട ദിവസം ഉടനെ വരും. ഉടനെ വരുമല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും കുറെ വിശേഷങ്ങൾ അറിഞ്ഞു. കിച്ചുവിന്റെ ഫാൻസ് ഒക്കെ ഇപ്പൊ ഇത് കണ്ടിട്ടേ, കിച്ചു സത്യം പറ, എനിക്കറിയാം ഉറപ്പായിട്ട് എന്തായാലും ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുന്നുള്ളത് ഇത് കാണുമ്പോഴത്തേന്. കിച്ചുവിന് കല്യാണം ഒക്കെ ആലോചിക്കുന്നുണ്ടോ അമ്മ? കല്യാണം ആലോചിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. വീട് പണി നടക്കല്ലേ, വീട് പണി പൂർത്തിയാട്ടെ. ഇവന് വല്ല പ്രണയം ഉണ്ടോ അമ്മ? എനിക്കോ എനിക്കോ പുറകിന്നൊക്കെ തള്ളത് പറയരുതെന്ന്. ആദരയ്ക്കും സന്ദീപനൊക്കെ എന്തായാലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഉണ്ടോ ഇവന് വല്ല പ്രണയം? അതെന്തായാലും ആൺകുട്ടിയല്ലേ പെൺകുട്ടിയല്ലേ ഈ പ്രായത്തിലല്ലേ പ്രണയിക്കേണ്ടത്. അതെ അതെ, എടാ സപ്പോർട്ടാണ് ഫുള്ള്. അപ്പൊ എന്താണെങ്കിലും കുഴപ്പമില്ല. പ്രണയിച്ച പക്ഷെ ആരെന്ന് മാത്രം പറയണം, കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ഇവിടെ തീപ്പൊരി. അല്ല ഉടനെ എന്ത് ചെയ്താലും ഒരു വിഷയമില്ല, അവന്റെ കല്യാണം എന്തായാലും നല്ല രീതിയിൽ എടുക്കണം. എന്റെ കല്യാണം അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അച്ഛനും അമ്മയ്ക്ക് ആ ഒരു വിഷമമുണ്ട്, ചെറിയൊരു വിഷമം. നല്ല രീതിയിൽ കല്യാണമായിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവന്റെ കല്യാണം എങ്ങനെയാണെങ്കിലും നല്ല അടിച്ചു പൊളിച്ചതിന് എടുക്കും. അതിന്റെ കുറെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെ വേണം, അങ്ങനെയൊക്കെ വേണം, നമുക്ക് കുറെ ആഗ്രഹങ്ങൾ കാണല്ലോ. കാരണം സന്ദീപേട്ടനെയും കൂടെ ചേർത്തിട്ട് ഇവന്റെ കല്യാണം നടത്തണല്ലോ. അതിന്റെ എന്തൊക്കെ സ്വപ്നങ്ങളാണുള്ളത്? സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് കല്യാണം എടുക്കണം. നമുക്ക് കല്യാണം കാണണം. ഞാൻ അവൻ്റെ കൂടി പറയാം, ഏതായാലും അവന് ഇഷ്ടമുള്ള, പക്ഷെ അവൻ ഇഷ്ടമുള്ള പെങ്കൊച്ചിനെ ആയിരിക്കണം അവൻ കെട്ടേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ലല്ലോ, അവൻ ഇഷ്ടപ്പെട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് നമ്മൾ ആഗ്രഹം. ഇവിടെ കിച്ചു ഇരുന്ന് വിചാരിച്ചാട്ടാ ദൈവം ഇനി ഞാൻ ഇതൊക്കെ എങ്ങനെ അവതരിപ്പിക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ഇപ്പൊ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മള് പ്രേക്ഷകർക്കൊക്കെ ഉള്ള ഒരു ഡൗട്ടാണ്, എല്ലാ യൂട്യൂബേഴ്സിന്റെയും കാര്യങ്ങളിൽ അവർ ചോദിക്കുന്നതാണ് ഇവരുടെയൊക്കെ യൂട്യൂബ് വരുമാനം എത്രയാണെന്നല്ല. ഇപ്പൊ ലക്കി ഫാമിലിയുടെ ഒരു യൂട്യൂബ് റവന്യൂ എത്രയാണ്? കിച്ചു കണ്ണു ഒത്തിരിക്കുന്നുണ്ട്. എന്തായാലും അത് നമ്മൾ പറയുന്നത് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും കിട്ടും, തട്ടിമുട്ടിയല്ലേ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് കിട്ടാറുണ്ടല്ലേ? ആഹാ, ഓക്കെ. അത് എല്ലാരെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വരുമാനം കിട്ടുന്നതും എല്ലാരും ഇങ്ങനെ വലിയൊരു ഫാൻസ് ഉള്ളത് തന്നെ. അതെ അതെ, ഇങ്ങനെ ഇത്ര വലിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ലക്കി ഫാമിലി എന്ന് പറയുമ്പോഴേ എല്ലാരും ഭയങ്കര അങ്ങനെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഫാൻസ് ആണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി മോന് ഭയങ്കര ഫാനാണ്. അവൻ പിന്നെ വന്നു കേട്ടോ. അപ്പൊ ഇവൻ ഇങ്ങോട്ട് ലക്കി വരുന്നോ? ഇല്ല, ആള് ഭയങ്കര ബിസിയാണ്, കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ അറിഞ്ഞു. നമ്മൾ സംസാരം നേരമൊക്കെ ഇരുട്ടി ഇവരെ പറ്റി വിചാരിക്കുക പോവാറായില്ല എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ പോട്ടെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അമ്മ, അച്ഛ, കിച്ചു, സന്ദീപേട്ട ആൻഡ് ആതിര. താങ്ക് യു സോ മച്ച്.